ഹലോ ഹായ് വെൽക്കം ടു ലിറ്റിൽ ലോറി. നമുക്ക് ചൈനീസ് കിച്ചൺ തുടങ്ങുമ്പോൾ അതിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില്ലി പേസ്റ്റ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എൻ്റെ അടുത്ത് കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ട്, കുറച്ച് നമ്മുടെ സാധാരണ ചില്ലി ഉണ്ട്. എരിവിന് വേണ്ടിയിട്ട് രണ്ട് ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു 75 ഗ്രാം കാശ്മീരി, ഒരു 25 ഗ്രാം സാധാരണ ചില്ലിയും മുളകുള്ള വറ്റൽ മുളക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം. പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ച് ബോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളച്ചൊന്ന് വന്നു കഴിയുമ്പോഴേക്കും ചില്ലി ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ചില്ലി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ചില്ലി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതിൻ്റെ ചൂടുവെള്ളത്തിൽ വെക്കും. അപ്പോൾ അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ രണ്ട് മുളക് കൂടെ മിക്സ് ചെയ്തൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് സോഫ്റ്റ് ആകാൻ വെച്ചാൽ മതി. ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയണ്ട, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. മുളകൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മൂടി വെക്കാം. അതിൻ്റെ തീ ഓഫ് ചെയ്യുന്നത് ഈ ചൂടിൽ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അത് കഴിയുമ്പോൾ ഇതിനെടുത്ത് അരയ്ക്കണം. ഇതിനെടുത്ത് അരച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് റെഡിയാകും. കുറച്ച് സ്പൈസസോടെ ചേർത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് റെഡിയാണ്. പിന്നെ ബാക്കി എല്ലാം നമ്മുടെ ചൈനീസ് ഡിഷുകളും നമ്മൾ ഈ ചില്ലി പേസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ശരിക്കും ചൈനീസിൽ നമ്മൾ ഇത്രയധികം ചില്ലി പേസ്റ്റ് ഉപയോഗിക്കുന്ന വേറെ മോഡലിലൊക്കെ ആയി. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ചില്ലി പേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെള്ളത്തിൽ കിടന്നിട്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട, എന്നാലും ഏകദേശം നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഓയിൽ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ വീഡിയോയ്ക്ക് അരച്ചതിന് ശേഷം കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചധികം ഏതെങ്കിലും ന്യൂട്രൽ ഓയിൽ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പ്രത്യേക മണമില്ലാത്ത ഓയിലുകൾ. അപ്പോൾ സൺഫ്ലവർ ഓയിലായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നത്. ഉപയോഗിച്ച ഓയിലായാലും കുഴപ്പമില്ല. എന്തെങ്കിലും വറുത്തന്നെയൊക്കെ ആണെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റി വേണം. അതിലേക്ക് നമ്മുടെ ചില്ലി പേസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഓയിലിലേക്ക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അരച്ച് വെച്ച ചില്ലി പേസ്റ്റ്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ മേലെ തിളഞ്ഞ് വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാറുണ്ട്. ഇച്ചിരി വിനീഗർ, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി ചെറിയുള്ളി, പിന്നെ ഇച്ചിരി ഇഞ്ചി, പിന്നെ സോൾട്ട്, ഇച്ചിരി ബ്രൗൺ ഷുഗർ സാധനങ്ങൾ അല്ലെങ്കിൽ ഷുഗർ സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കും. അത് എണ്ണ പിന്നെ തെളിഞ്ഞ് വരുന്നവരെ നമ്മളിത് കുക്ക് ചെയ്യാൻ പോകാണ്. അപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് പകുതി ഭാഗം കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഷാലറ്റ്, ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ബാക്കി കുക്കായുമ്പോഴേക്കും അത് കുക്കായിട്ട് വരും. അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് അത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി എണ്ണ തെളിഞ്ഞ് വരുന്നവരെയും നമുക്ക് കുക്കാക്കി എടുക്കാം. ചില്ലി പേസ്റ്റിലേക്ക് ഇടാനായിട്ട് നമുക്ക് ചെറിയൊരു ഗരം മസാല പൊടിച്ചെടുക്കാം. കുറച്ച് ഗ്രാമ്പു, കുറച്ച് കുരുമുളക് അല്ലെങ്കിൽ ഷെഷ്വാൻ പെപ്പർ, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് സർവ്വസുഗന്ധി, സ്റ്റാർ ആനിസ്, നക്ഷത്രം പോലെ ഇരിക്കുന്ന സ്പൈസ്, പിന്നെ കുറച്ച് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചിട്ട്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചൈനീസ് സാധാരണ ഒരു ചെറിയൊരു ഗരം മസാല ഇടും, ഒരു 5 സ്പൈസ് പൗഡർ. അപ്പോൾ അതിലേക്ക് നമുക്ക് അതുപോലെ ആ സ്പൈസ് പൗഡർ ഒന്ന് ഇളക്കിയിട്ട് പൊടിച്ചിട്ട് ഈ ചില്ലി പേസ്റ്റിൽ ചേർത്ത് വെക്കാം. ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മിക്സിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. വൈറ്റ് വിനീഗർ, സാധാരണ സിന്തറ്റിക് വിനീഗറാണ് കഴിക്കുന്നത്. ഒരു 1/4 കപ്പ്. ഇതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇടുന്ന ബ്രൗൺ ഷുഗറാണ്, അല്ലെങ്കിൽ വൈറ്റ് ഷുഗറോ സാധാരണ ഷുഗർ ഏതെങ്കിലും വേണ്ടിയിടാം. ഒരു 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഉപ്പോടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് ഓയിൽ മേലെ വരുമ്പോഴേക്കും നിർത്താം. പിന്നെ അത് നമുക്ക് ബോട്ടിൽ ചെയ്തിട്ട് ഒരു 5-6 മാസമൊക്കെ ഈസി ആയിട്ട് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ലൈറ്റ് സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളുണ്ട് ഉപയോഗിക്കുന്നത് പിന്നെ ചൈനീസ് സോയ സോസാണ്, ലീക്കും കീ.
ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഫൈനലായിട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റോട് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മാഗിൻ്റെ പേസ്റ്റാണ് ചേർത്തത്. നമ്മൾ ടൊമാറ്റോ പേസ്റ്റോട് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കാം. ഏകദേശം ഓയിലൊക്കെ തെളിഞ്ഞ് മേലെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുക്കായി തുടങ്ങി. ഒരു 5 മിനിറ്റോടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് ഏകദേശം ഒരു 90% റെഡി ആയിട്ടുണ്ട്. സൈഡിൽ കൂടിയൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച നമ്മുടെ മസാല സ്പൈസ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി പേസ്റ്റ് പറഞ്ഞ പോലെ ഓയിലെല്ലാം സെപ്പറേറ്റ് ചെയ്ത് തിളയ്ക്കുന്നത് കാണാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഓഫ് ചെയ്യാണ്. ഇനി അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് പുറത്ത് വെച്ച് ഓയിൽ മേലെ കിടന്നിരുന്നാലും കേടാവില്ല. പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 6 മാസത്തേക്കുള്ള സംവിധാനം നമുക്കായി. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദ ലിറ്റിൽ ലോറി കിച്ചൺ.